ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിതാ പറമ്പിലുള്ളത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് വേക്കുള്ളൊരു പറമ്പാട്ടോ, അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ഇവിടെയൊക്കെ പാമ്പുണ്ടാവും. കല്ലുമൂട്ടി അതുണ്ടോ, കണ്ടോ? ഇന്നലെ അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പഴുത്ത കൈതച്ചക്ക കിട്ടി. നമ്മുടെ വീടിൻ്റെ വേക്കിൽ തന്നെ. അത് എൻ്റെ വീട് കണ്ടില്ലേ, ഇതിൻ്റെ വീട് ഇതാ കൈതക്കണ്ടുണ്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയേ. അപ്പോൾ ഇപ്പോൾ ഏതായാലും അങ്ങോട്ട് കയറിയല്ലോ, ഇപ്പോൾ പഴുത്തുണ്ടോ നോക്കിയതാ, വേറെ കായ് എങ്ങാനും. അപ്പോൾ എന്താ മക്കളെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ അമ്മോ അപ്പോൾ തന്നെ കാലൊടിഞ്ഞ് വീണേനെ. കുറ്റിയാണ് ഇവിടെ, പറമ്പൊക്കെ ഒന്നായിട്ട് നന്നാക്കിയിട്ടേ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട നല്ല കമൻറ്റും പിന്നെ എന്താ പറയുക, വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാലോ വെച്ച് വന്നാണ്. അപ്പോൾ ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ഏതൊരു വീഡിയോക്കും പിന്നെ ഏതൊരു ഇതിട്ട് കഴിഞ്ഞാലും ലാസ്റ്റ് ഒരു കമൻറ്റ് എന്തായാലും പിന്നെ ഇതിനെപ്പറ്റി ഉണ്ടാവും. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചാലും പിന്നെ ചോദ്യങ്ങൾ അത് വന്നുകൊണ്ടേ നിൽക്കല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. വിഷയം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാനിപ്പോൾ ഏതൊരു വീഡിയോ എന്തിനെക്കുറിച്ചിട്ടാലും, ഇനിയിപ്പോൾ 4 കോഴീനെക്കുറിച്ചിട്ടാലും ശരി, ലാസ്റ്റ് അതിൽ ഒരു കമൻറ്റ് വരും. ഏതെങ്കിലും ആയിട്ടാണെങ്കിലും ഈ കമൻറ്റ് വരും. എന്താ അറിയോ, എന്തുകൊണ്ട് ഹസ്ബൻഡിനെ രംഗത്തിറക്കുന്നില്ല, ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡ് ഇല്ലേ, ഹസ്ബൻഡിന് ഡൈവേഴ്സ് ആയോ ഇല്ലേ, ഇങ്ങനെ എന്തെന്നെ ഞാൻ ചെയ്താലും ഈ ഒരു ചോദ്യം വരും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തിനാണ് ഇത് ചോദിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് കമൻറ്റ് വരും. കാരണം വീഡിയോ ഇട്ടാലും ഇപ്പോൾ കൈ അവിടെ കണ്ട് ഇവിടെ കണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും കേട്ടോ. കാരണം നമുക്കിപ്പോൾ നമ്മൾ എന്താ പറയുക, ഓരോരുത്തർ ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ ശീലമായിപ്പോയതാണ്. അതുകൊണ്ട് ആരൊന്നും വിചാരിക്കരുത്. അപ്പോൾ തലേന്ന് തട്ടം മുകുമ്പോൾ അത് എടുത്തിടാൻ വേണ്ടി ഉയർത്തുമ്പോൾ ഒന്ന് വീഡിയോ നമുക്ക് പെട്ടെന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എല്ലാവരും എൻ്റെ ഭർത്താവിനെ കാണണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ക്കും എൻ്റെ ഹസ്ബൻഡിനെ കാണണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഹസ്ബൻഡിനെ കാണാത്തത് കൊണ്ട്. ഞാനും മക്കളും മാത്രം അടങ്ങുന്ന കൊച്ചു വീഡിയോ ആണല്ലോ ഇടൽ. അപ്പോൾ അതിലൊന്നും ഹസ്ബൻഡിനെ ഉൾപ്പെടുത്തലില്ല. പിന്നെ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളെ വീഡിയോയിൽ മൂപ്പർക്ക് അങ്ങനെ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മൂപ്പരെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പം പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ തീരെ ഉൾപ്പെടുത്താത്ത ആളൊന്നുമല്ല. എൻ്റെ ഒരുപാട് ഷോർട്സ് ബാക്കോട്ട് നോക്കിയാൽ കാണാം. അതിലൊക്കെ ഒത്തിരി വീഡിയോസിൽ ഞാൻ ഹസ്ബൻഡും വീഡിയോയിലുണ്ട്. പിന്നെ തീരെ വീഡിയോയിൽ വരാത്ത ആളൊന്നുമല്ല, അതിലുണ്ട്. പിന്നെ അതൊന്നും ചിലപ്പോൾ ഇതിൽ വീഡിയോ കാണുന്ന ആൾക്കാർ അതൊന്നും ഒരുപക്ഷെ ഷോർട്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡ് വരാത്തത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഷോർട്സ് കുറച്ച് ബാക്കോട്ട് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതിലൊക്കെ ഒരുപാട് വീഡിയോയിൽ മൂപ്പരുണ്ട് കേട്ടോ. ഞാനും മൂപ്പരും മക്കളൊക്കെ അടങ്ങിയ വീഡിയോ അതിലുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരു പ്രശസ്തിയുമില്ല. കാരണം മൂപ്പർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, മൂപ്പർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും വീഡിയോയിൽ. പിന്നെ എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ആ സമയത്തൊന്നും വീട്ടിൽ ആണുങ്ങൾ ഉണ്ടാവണമെന്നില്ല.
കാരണം ഒരു പുറത്ത് പോവും, അവരുടേതായ കാര്യത്തിന് പോവുകയാക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ. പിന്നെ ഒരു പുറത്ത് പോയാലായിരിക്കും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ഫ്രീഡമൊക്കെ വേണം, എൻ്റേതായ കുറച്ച് ഫ്രീഡത്തിലൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ഒരു പുറത്ത് പോയിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ തന്നെ. കാരണം ഒരു വാവാ ദാ അമ്മച്ചി വേക്കില്ലതാ, ആ ദാ ലുലു അങ്ങോട്ട് നോക്ക്, ഉള്ളിനെ തിരഞ്ഞെടുക്കുക. അതാ നോക്ക്, ദാ അമ്മച്ചി ഇതാക്കണ അങ്ങോട്ട് വാ, അടുക്കളയിൽ ഇതോടൊക്ക് ഉള്ളിനെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ദാ 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 കണ്ടോ, ആടെ നിന്നോട്ടോ, അപ്പോൾ എന്നെ ആടെ നിന്നോ. പൂള് കളിക്കാൻ പോയതാണ്, എന്നിട്ട് ഇന്നെ തിരഞ്ഞ് വരിക. താത്താത്താടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മക്കളെ ഞാൻ മൂപ്പരെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കാരണം മൂപ്പര് വീട്ടിൽ കുത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഫ്രീഡായിട്ടൊന്നും വർത്താൻ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മുഖത്തേക്ക് ഒരാളിങ്ങനെ നോക്കി കുത്തിരിക്കുമ്പോൾ എനിക്ക് വീഡിയോയിൽ ക്യാമറയിലും കൂടി നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റൂല. വാ പോരി, സംസാരിക്കാനും കൂടി പറ്റൂല. കാരണം ഡയറക്റ്റ് ഒരാൾ നമ്മളിങ്ങനെ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മുഖത്തേക്ക് ഒരാളൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരെ ഉന്തി തള്ളി പുറത്തേക്ക് പറഞ്ഞു വെച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിടുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ആരും എന്ത് ചെയ്യരുത്, കെട്ടിയോനില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കെട്ടിയോനായിട്ട് നല്ല ഡൈവേഴ്സ് ആണെന്നൊന്നും പറഞ്ഞിട്ട് ആരും വരരുത് കേട്ടോ. കാരണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. തൽക്കാലം ഞാൻ എന്തായാലും എൻ്റെ കെട്ടിയോനെ ഡൈവേഴ്സ് ചെയ്യാനൊന്നും പോണില്ല. കാരണം അങ്ങനെ ഡൈവേഴ്സ് ചെയ്യാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ ഇപ്പം ഇല്ല. അത് എത്തിച്ചിട്ട് ഓള് കുപ്പായൊക്കെ ഇട്ടിട്ട് അവളൊന്ന് തികച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് താത്തണം. അവിടെ പോയാൽ വരുന്നേ മുട്ടിൽ കഴിഞ്ഞ് കയറില്ല ഇറക്കിൽ തിന്നാൽ മതി, തട്ട പിടിച്ചിരിക്കല്ലേ. ഇനി അവിടെ പോയാൽ വരുന്നേ ഹായ് ട്യൂ ഇങ്ങനെ ട്യൂ തൊപ്പ കിനിക്കോയിൻ്റെ തൊപ്പ. ഓളിത് എവിടെയോ കളിക്കാൻ പോയിട്ട് വരിക, ഉറങ്ങൊന്നും ചെയ്യാണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ തൽക്കാലം ഇപ്പോൾ അതൊന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ പഠിച്ചോൻ എത്തിച്ചിട്ട് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ, നല്ല രീതിയിലുള്ള ജീവിതം സന്തോഷമായിട്ട് തന്നെ പോട്ടെ. കാരണം പൈസയും മുതലൊന്നും അല്ലല്ലോ നമുക്ക് പ്രാധാന്യം, ജീവിതം സന്തോഷമായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതൂ മേലു ഓളെ പോയി പിടിക്ക്, കല്ലുപൂട്ടേ പോട്, പിടിക്ക് കൊളുത്തി പിടിച്ച് ഗ്യാസ് കയറിയിട്ടാണ് തോന്നുന്നു. എൻ്റെ അമ്മ ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ടെ കയറി പോണേ, അടങ്ങി വിടണോ നിൽക്ക്, കെട്ടി ചാടിച്ച് കയറി പോവാ. പോരുത് അപ്പച്ചി വന്നാൽ തല്ലുള്ളൂ. കിളിയൊക്കെ കിളിതാ അങ്ങോട്ട് നോക്കി, കിളി ആ മരത്തുമ്മലതാ കിളി മാമാമ തിന്നുന്നതാ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ദേവി ഇത് ആരും ഒന്നും വിചാരിക്കരുത്, ഞാൻ എൻ്റെ സത്യാവസ്ഥ പറഞ്ഞാണ്. അപ്പം നിങ്ങൾ കരുതുന്ന മാതിരിയുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ എന്തായാലും മൂപ്പരെ ഈ വീഡിയോൻ്റെ മുമ്പിൽ രംഗപ്രവേശനം ചെയ്യിക്കുന്നതാണ്. കാരണം എല്ലാവരെയും ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാനും. പിന്നെന്താ അറിയോ, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ പിന്നെ എന്നെ അറിയുന്നവരും എനിക്കൊന്നും അങ്ങനെയുള്ള കമൻറ്റിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഈ കമൻറ്റൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാഡ് കമൻറ്റിനൊന്നും നമുക്കതൊരു വിഷയമേ അല്ല. പക്ഷേങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാരെങ്കിലും കാണുമ്പോൾ ഇവർ വിചാരിക്കും എൻ്റെ അമ്മോ ഓക്ക് വരുന്ന കമൻറ്റ് കണ്ടോ, എത്ര വൃത്തികെട്ട കമൻറ്റാണ്, എത്ര എന്താ പറയുക. അപ്പോൾ പറയാൻ കാരണം എന്താ പറയുക, മിനിയാന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നു, അപ്പോൾ ഓളയിലിടുന്ന വീഡിയോസിനൊക്കെ ഓരോ കമൻറ്റ് വരുന്നത് നീ കണ്ടോ, എത്ര മോശമായിട്ടുള്ള കമൻറ്റാണ് അതിനൊക്കെ വരുന്നത്, ഓളെന്തിനാണ് അങ്ങനെ ചാനൽ തുടങ്ങിയത് എന്തൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു ഫ്രണ്ടിനോട് എൻ്റെ ഫ്രണ്ടിനോട് ഈ ഒരാൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോലും. അപ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, വല്ലതും കടിച്ചിട്ടാട്ടോ ഓളുവാ. അപ്പോൾ ഓള് പറഞ്ഞ് അത് എന്താ പറയുക, ഒരു വീഡിയോ ആകുമ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വരില്ല, അതൊന്നും ഇപ്പോൾ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഇതാണ് പ്രശ്നം, അറിയാത്ത ആൾക്കാർ ഇതിൽ കിടന്ന് ഞാൻ മെരുകും. നമുക്കിപ്പോൾ അത് വിഷയമൊന്നുമില്ല, കാരണം നമ്മളിപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം അപ്പോൾ ഇതിപ്പോൾ നിർത്തി പൊരിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീട് നമ്മളിവിടെ കണ്ടോ, ഇത് വാടക കൊടുക്കുന്ന വീടാട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നാളെയല്ല മറ്റന്നാൾ ഇവിടേക്ക് താമസം മാറുകയാണ് ഈ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാളെ പണിക്കാർ വന്ന് ക്ലിയർ ചെയ്യും.
അപ്പം അതിനുശേഷം ഏതായാലും എൻ്റെ ഫ്രണ്ട് അവിടെ ആയിരിക്കും താമസം. അപ്പോൾ നമുക്ക് സംസാരിക്കാനും കഥ പറയാനൊക്കെ ഒരു ആളും കൂടിയായി അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങോട്ട് വാ, എന്നാ ഫോണെന്നാ എന്നാ പിടി, അമ്മച്ചി ഫോണ് പിടി എന്നാ. ഇത് പറഞ്ഞാലേ ഓൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വാടി പെണ്ണേ, നമ്മൾ പാമ്പങ്ങ ഉണ്ടാവും. ഔ എമ്മോ, എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ കുടുങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ലുലു അങ്ങോട്ട് നോക്ക്, ഇതാണ് എൻ്റെ ലുലു. എൻ്റെ ലുലുവിനെ എൻ്റെ മിലുവിനെയും കുറേ ആൾക്കാരോട് മാറിപ്പോവലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിലു അല്ല, ഇത് ഞങ്ങളെ ലുലു ആണ്. ലുലു അല്ലേ കാക്ക? കാക്ക ലുലു അല്ലേ? ഇങ്ങോട്ട് നോക്ക്, ഹായ് കൊടുക്ക്, ഹായ് ഹായ് ഉമ്മ കൊടുക്കും, ഉമ്മ ഉമ്മ അച്ചമ്പുരാനേ. അപ്പോൾ ഇത് ഞങ്ങൾ മിലു അല്ല, ലുലു ആണ്. അപ്പോൾ മാറിപ്പോയിട്ട് കുറേ ആൾക്കാരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്, ലുലുയുടെ മിലുയുടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.